ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെല്ലൈക്കോണും പ്രസ് ചെയ്തേക്കണം, മറക്കരുതേ. റെസിപ്പിയിലേക്ക് പോവാം. മന്തി തയ്യാറാക്കാനായി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മുടെ വീട്ടിൽ സാധാരണ കാണില്ലേ മുഴുവൻ കുരുമുളക്, അത് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇവിടെ ചേർക്കുന്നത് 1.25 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, പൊടി ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ജീരകം പൊടിച്ച് ചേർത്താലും മതിയാവും. നല്ല മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നോൺ വെജിന് കുറച്ച് എരിവ് കൂടുതലുണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റും കൂടുതൽ കിട്ടുക. ഇതാണ് ചിക്കൻ ക്യൂബ്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ചിക്കൻ ക്യൂബ്. ഇതിലേക്ക് ഞാൻ 2 മാഗി ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഈ മാഗി ക്യൂബ്സിനുള്ളിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ഉപ്പ് രസം വലുതായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മന്തി മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ മന്തി മസാല, മച്ബൂസ് മസാല എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ മസാലയാണ്. മന്തി മസാലയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മന്തി മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കടയിലൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന പൊടികളെക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക മണവും ഗുണവും കൂടുതലാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ചുവന്ന ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് തികച്ചും. ഞാൻ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഈ ഫുഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ചേർത്ത മസാല മുഴുവൻ കൈ കൊണ്ട് നല്ലപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. മന്തിക്ക് വലിയ പീസ് ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് കത്തി കൊണ്ട് ചിക്കൻ പീസിലേക്ക് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈവനായിട്ട് മസാല നല്ലപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിന ഇല ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്, ഒരുപാട് അങ്ങ് ആക്കി കളയരുത്. വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക പുതിന ഇല, ഫ്ലേവറിന് വേണ്ടി മാത്രം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മീതെ കുറച്ച് റീഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കുക. നമ്മൾ യൂഷ്വലായിട്ട് വെക്കുന്ന പോലെയല്ല, ഇത് ചിക്കൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഓൾമോസ്റ്റ്. അപ്പോൾ കുറച്ചധികം എണ്ണ ഉപയോഗിക്കുക. എണ്ണ ഒഴിച്ച് വെച്ചതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ചിക്കൻ മാക്സിമം ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടച്ച് വയ്ക്കുക. ഇനി ഒരു 30 മിനിറ്റോളം അത് മാറ്റി വെച്ചേക്കുക. അതിൻ്റെ റെസ്റ്റിംഗ് ടൈമാണത്. ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, വെറുതെ അങ്ങ് മാറ്റി വെച്ചാലും മതി. ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാകാൻ പോകുന്നില്ല. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു മൂടിയിട്ട് അടച്ച് വേണം വെക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം എണ്ണയിൽ മൊരിഞ്ഞ് വരികയും മുകളിലത്തെ ഭാഗം, അതായത് ഉള്ളിലുള്ള കുറച്ച് വലിയ പീസുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരേ രീതിയിൽ വെന്ത് വരാനായിട്ടാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നത്. 10 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കുക. ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും വേവിച്ച് കളയരുത്, മീഡിയം ഫ്ലെയിം മതിയാവും. ഒരു സൈഡ് വേവുമ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റോളം വേവാനുള്ള ടൈം എടുക്കും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മറച്ചിട്ട് കൊടുക്കാം. ഒരു വശം വെന്തിട്ടുണ്ടതിന് അടുത്ത വശം ഇതുപോലെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ മറച്ചിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുഴുവൻ പെപ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് അതിനൊരു നല്ല ഫ്ലേവർ തരും.
ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് മന്തിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് ബാസ്മതി റൈസാണ്. അരി നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചതാണ്. 30 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് ഒരു ബിരിയാണി ലീഫ്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഇതോടൊപ്പം തന്നെ ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരെണ്ണം മതിയാവും. ഈ ചോറിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉണക്ക നാരങ്ങ ചേർക്കുന്നത്. ഫ്ലേവറിന് വേണ്ടി മാത്രമല്ല ഉണക്ക നാരങ്ങ ചേർക്കുന്നത്, അതിനൊരു ചെറിയ മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ അരി പൊട്ടിപ്പോവാതെയും നോക്കണം. അരി നല്ലപോലെ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മന്തിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അരി ഒരുപാട് വെന്ത് വരരുത്, പാകത്തിനായിരിക്കണം എന്നുള്ളതാണ്. അരി ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല. ഒരു 80% അത്രയ്ക്ക് വെന്ത് കിട്ടിയാൽ മതിയാണ്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ 2 സൈഡിലും നല്ലപോലെ വെന്ത് പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയില്ലേ, അത് നമുക്ക് കുറേശ്ശെ കോരി മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിൽ. അത് ഇനി നമുക്ക് അവസാനം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫുള്ളായിട്ട് കോരി കളയരുത്, കുറച്ച് അതിൽ നിന്ന് കോരാവുന്നതാണ്. കുറച്ച് എണ്ണ ചിക്കനോടൊപ്പം വേണം, അതുകൊണ്ട് മുഴുവനായിട്ടും കോരി കളയരുത്. കുറേശ്ശെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ കോരി മാറ്റുന്നതിനോടൊപ്പം തന്നെ ചാർക്കോൾ കത്തിച്ച് വയ്ക്കാം. ചാർക്കോൾ കുറച്ച് സമയമെടുക്കും അതിലേക്ക് കത്തി വരാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചാർക്കോളും ഇതേ സമയത്ത് റെഡിയാക്കാൻ ശ്രമിക്കുക. ഒരു സൈഡിൽ ചാർക്കോൾ റെഡി ആവട്ടെ, നമുക്ക് മന്തിക്കുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. റെഡിയായ ചിക്കൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. അതിനെ പ്രസ് ചെയ്തൊന്നും വെക്കരുത്, നോർമലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. മുഴുവൻ ചോറും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതിലായിട്ട് മഞ്ഞ കളർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മഞ്ഞ ഫുഡ് കളറല്ല കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്, ആ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് ചേർക്കാം, യെല്ലോ ഫുഡ് കളർ ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി അതിൻ്റെ കൂടെ ചുവന്ന ഫുഡ് കളർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മന്തി മസാലയില്ലേ, അതൊന്ന് ചെറുതായിട്ട് വിതറി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ചിക്കനിൽ നിന്നും കോരി മാറ്റി വെച്ചില്ലേ എണ്ണ, അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് മതി, ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് മതി. ഇനി ഇതുപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ ഞെട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. ഓരോന്നായിട്ട് ഇങ്ങനെ ചോറിൽ നേരെ കുത്തി വെച്ച് കൊടുക്കാം.
പച്ചമുളകൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ചാർക്കോൾ ഒരു ചെറിയ കിണ്ണത്തിലിട്ട് ചോറിൻ്റെ നടുക്കായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ചാർക്കോൾ പുകച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. പുക വന്ന് തുടങ്ങിയ ഉടനെ അടപ്പുകൊണ്ട് ഇത് അടച്ചു വയ്ക്കുക. ഇനി ഏതെങ്കിലും ഒരു വെയിറ്റുള്ള സാധനം എടുത്ത് അടപ്പിന് മീതെ വെച്ച് കൊടുക്കുക. 20 മിനിറ്റ് നേരം ഈ പാത്രം ഇതുപോലെ അടച്ചു വെച്ച് ദം ചെയ്ത് വേവിച്ചെടുക്കുക. ദം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ മന്തി നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ തുറക്കുമ്പോഴേക്കും. നമ്മൾ ശരിക്കും ഈ ചാർക്കോൾ ഇട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും. നമ്മൾ നോർമൽ ഈ ബിരിയാണി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റൊന്നും ആയിരിക്കില്ല, ടോട്ടലി വേറെയാണ്. ആ സ്മോക്കി ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കും മന്തി കിടിലുമാണ് കേട്ടോ. ഇനി ഈ ചാർക്കോളെല്ലാം എടുത്ത് മാറ്റിയ ശേഷം പച്ചമുളകും എടുത്ത് മാറ്റുക. പച്ചമുളക് അതിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചോറ് വിളമ്പുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുഴുവൻ പച്ചമുളകായിട്ട് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി പതിയെ ഈ മീതെയുള്ള ചോറെല്ലാം മാറ്റിയിട്ട് അടിയിലുള്ള ചിക്കൻ എല്ലാം എടുത്ത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ചോറ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അത് മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ ചിക്കൻ പീസ് എല്ലാം ആദ്യം മാറ്റി വെക്കുന്നത്. റൈസ് എന്ത് കളർഫുള്ളാണല്ലേ. ചിക്കൻ പീസെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചോറ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കളയരുത്, അരി ഉടഞ്ഞു പോകും. പകരം സൈഡിൽ നിന്ന് ചെറുതായിട്ടങ്ങ് എടുത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. പാത്രത്തിൻ്റെ സൈഡിലൂടെ ഇളക്കിയെടുക്കുക. അല്ലാതെ ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അരി ഉടഞ്ഞു പോകും. കളർഫുൾ മന്തി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ റെസിപ്പി സക്സസ് ആവുകയേ ഉള്ളൂ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, ഷുവറാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.